3 വയസ്സ് വരെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഓർമ്മയൊന്നും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് 2 വയസ്സ് വരെ ഓർമ്മയേ ഉണ്ടാകില്ല. ആ കുട്ടിയുടെ മനസ്സിലേക്ക് ചില കളറുകൾ ഇങ്ങനെ കയറുകയേ ചെയ്യുള്ളൂ. 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഓർമ്മയുണ്ടാകില്ല. നിങ്ങൾക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടോ 2 വയസ്സിന് മുമ്പുള്ളത്? 3500 പ്രാവശ്യമെങ്കിലും നമ്മൾ ഉമ്മയുടെ പാല് കുടിച്ചിട്ടുണ്ടാകും. ഒരു പ്രാവശ്യമെങ്കിലും ഓർമ്മയുള്ളവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. കൈ പൊക്കിയാൽ മനഃശാസ്ത്രത്തിൽ പറയുക ആ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ്. കാരണം 2 വയസ്സ് വരെ എന്ത് നടന്നു എന്ന് നമുക്ക് ഓർമ്മയില്ല. ഒരു തവണയല്ല, 2 തവണയല്ല, 3500. എന്തായി 3500ൻ്റെ കണക്ക്? സാധാരണ മുലപ്പാൽ കുട്ടിക്ക് കൊടുക്കേണ്ടത് 5 പ്രാവശ്യമാണ്. 5 times in a day. ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യം കൊടുക്കണം എന്നാണ്. 5 × 2 വർഷമാണ്ട് കണക്കൂട്ടിയാൽ മതി. ഹൗലൈനി കാമിലൈൻ, പരിപൂർണമായ 2 വർഷം കൊടുക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 വർഷം × 5 എന്നാണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ 3800 മറ്റാവും. ഞാൻ ചുരുക്കിയിട്ടായി പറയുന്നത് 3500. അത്ര പ്രാവശ്യം മുലപ്പാൽ കുടിച്ചിട്ടും ഈ ഇരിക്കുന്ന പ്രസംഗിക്കുന്ന എനിക്കടക്കം ഓർമ്മയില്ല ഉമ്മയുടെ മുലപ്പാൽ കുടിച്ചത്. അതുകൊണ്ട് 2 വയസ്സ് വരെ കുട്ടികളെ വല്ലാണ്ട് നോക്കണ്ട, പക്ഷെ പേടിപ്പിക്കരുത്. കളർഫുൾ ആയിരിക്കണം ലൈഫ്, കളർഫുൾ. കുട്ടീനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർത്തിയിട്ട് പേടിപ്പിക്കാൻ പോലും പാടില്ല എന്നാ 2 വയസ്സിന് മുമ്പേ. പേടിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവരുത്. കുട്ടി പെട്ടെന്ന് നെട്ടുന്ന ഒന്നും ഉണ്ടാവരുത്. കാരണം ആ കുട്ടിയുടെ ഉപബോധ മനസ്സിലേക്ക് ചിലതൊക്കെ കയറും. അത് പിന്നെ ഫിയറായിട്ട് അവിടെ കിടക്കും, ഭയമായിട്ട്. 2 വയസ്സ് കഴിഞ്ഞ് 3ലേക്ക് കടക്കുമ്പോൾ വേറെ രീതിയിലാണ് നോക്കണ്ടേ. ഇത് പിന്നെ ഒരു നഴ്സറി ക്ലാസ്സിൽ, എന്നാലും നമുക്ക് ചെറിയ മക്കളുണ്ടാവുമല്ലോ. 3 വയസ്സിൻ്റെയും 7 വയസ്സിൻ്റെയും ഇടയിൽ കുട്ടികൾക്ക് ധാരാളം കഥ പറഞ്ഞു കൊടുക്കണം. സ്റ്റോറി ടെല്ലിങ്. നമ്മൾ മദ്രസയിൽ പഠിച്ചത് ഓർമ്മയില്ലേ? ഏറ്റവും കൂടുതൽ ഓർമ്മ നിൽക്കുന്നത് ഏതാ? കഥകളാണ്. നിസ്കാരത്തിൻ്റെ ഫർള് എത്രയെന്ന് വെച്ചാൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളും അല്ലാതെ അതിനെ മൊത്തത്തിലുള്ള ഷർത്തും ഫർളും പറയാൻ അറിയുന്ന ആൾക്കാർ എത്ര പേരെ ഇവിടെ ഉള്ളത്? ഓർമ്മ പോയി നമുക്ക്, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? നേരെ മറിച്ചോട്ടെ, യൂസുഫ് നബിയുടെ കഥ ആരെങ്കിലും മറന്നോ? ഇപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ കിണറ്റിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടക്കുകയാണ്. അതിമനോഹരമായ അഹ്സനുൽ ഖസസ് കഥകൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക്. ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ്, കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സ് ചെയ്യേണ്ട കാര്യം കഥ പറഞ്ഞു കൊടുക്കലാണ്. കഥ പറഞ്ഞു കൊടുക്കുന്ന ടീച്ചേഴ്സിന് വലിയ ഇഷ്ടമാണ് കുട്ടികൾക്ക്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂളുകളിലൊക്കെ മോറൽ വാല്യൂസ് പോലും പഠിപ്പിക്കുന്നത് കഥകളിലൂടെയാണ്.